യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും മഹത്തായ പുസ്തകമായ വിശുദ്ധ ബൈബിളിനെ കുറിച്ചാണ്. ഈ വീഡിയോ ബൈബിളിലെ ഓരോ പുസ്തകങ്ങളെക്കുറിച്ചും ചുരുക്കത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ്. നമുക്കിനി പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കാം. പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകങ്ങളായ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഇവർ 4 പേരും യേശുവിൻ്റെ ജീവചരിത്രം രേഖപ്പെടുത്തിയവരാണ്. എന്തിനാണ് ഇവർ യേശുവിൻ്റെ ജീവചരിത്രം എഴുതിയത്? പശ്ചാത്തലം ഇതാണ്: യേശുവിനെ നേരിട്ട് കണ്ട ആളുകളാണ് അപ്പോസ്തോലന്മാർ. ആ അപ്പോസ്തോലന്മാർ പറഞ്ഞു കൊടുത്തതനുസരിച്ചാണ് യേശുവിനെ മറ്റുള്ള ആളുകൾ പരിചയപ്പെട്ടത്. അതുപോലെ ഒരുപാട് ദേശങ്ങളിൽ സുവിശേഷം വ്യാപിച്ചപ്പോൾ യേശുവിനെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് യേശുവിൻ്റെ ജീവചരിത്രം പരിചയപ്പെടുത്താനാണ് സുവിശേഷങ്ങൾ എഴുതപ്പെട്ടത്. അങ്ങനെ പരിശുദ്ധാത്മാവ് 4 മനുഷ്യരെ കൊണ്ട് സുവിശേഷങ്ങൾ എഴുതിച്ചു. സുവിശേഷം ഫോക്കസ് ചെയ്തിരിക്കുന്നത് യേശുവിൻ്റെ ജീവിതമല്ല, മറിച്ച് യേശുവിൻ്റെ മരണമാണ്. ആ മരണത്തിന് ഒരു ആമുഖമായിട്ടാണ് യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ പ്രബോധനം എല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി ഓരോന്നിലേക്കും പോകാം. ആദ്യം എഴുതപ്പെട്ട സുവിശേഷം മർക്കോസിന്റെ സുവിശേഷമാണ്. പിന്നീട് മത്തായി, ലൂക്ക. ഏറ്റവും അവസാനം എഴുതപ്പെട്ടത് യോഹന്നാൻ. യേശു മരിച്ച് ഏകദേശം 30 കൊല്ലം കഴിഞ്ഞപ്പോൾ എഴുത്തുകൾ തുടങ്ങി. ഇനി ഈ 4 സുവിശേഷത്തിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. മർക്കോസിന്റെ സുവിശേഷം പറയുന്നത് യേശു എന്താണ് ചെയ്തത് എന്നാണ്. നൂറ്റാണ്ടുകളായി യഹൂദന്മാർ പ്രതീക്ഷിച്ചിരുന്ന മിശിഹായാണ് യേശു. യേശു ദൈവപുത്രനാണ്. ഇതാണ് മർക്കോസിന്റെ പ്രതിപാദന വിഷയം. മത്തായിലും ലൂക്കോസിലും കാണുന്നത് എന്താണ് യേശു പറഞ്ഞത് എന്നാണ്. മത്തായിയുടെ പ്രതിപാദന വിഷയം യേശു യഹൂദന്മാരുടെ രാജാവാണ്. എന്നാൽ ലൂക്ക ചർച്ച ചെയ്യുന്നത് യേശു ലോകത്തിന്റെ രക്ഷകനാണ്. യഹൂദന്മാരുടെ മാത്രമല്ല, ലോകത്തിന്റെ രക്ഷകൻ. യോഹന്നാൻ യേശുവിനെ അവതരിപ്പിക്കുന്നത് യേശു ആരായിരുന്നു? യേശു നിത്യജീവൻ നൽകുന്ന ദൈവമാണ്. ഇനി മറ്റൊരു വിധത്തിൽ ഈ 4 സുവിശേഷങ്ങളെപ്പറ്റി പറഞ്ഞാൽ മത്തായിയും യോഹന്നാനും എഴുതിയത് യേശുവിൽ വിശ്വസിച്ചവർക്ക് വേണ്ടിയാണ്. അതായത് പുതിയ വിശ്വാസികൾക്ക് വേണ്ടിയാണ് മത്തായി എഴുതിയത്. അതുകൊണ്ടാണ് ശിഷ്യത്വത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രബോധനം കാണുന്നത് മത്തായിയിലാണ്. എങ്ങനെയാണ് യേശുവിൻ്റെ ശിഷ്യനായി മാറേണ്ടതെന്ന് പുതിയ നിയമ വിശ്വാസികളെ പഠിപ്പിക്കുകയാണ് മത്തായി. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ 10-60 കൊല്ലം ക്രിസ്ത്യാനികളായി ജീവിച്ച ആളുകളുടെ ജീവിതത്തിനു വേണ്ട പ്രബോധനമാണ് യോഹന്നാൻ കൊടുക്കുന്നത്. ഇനി മർക്കോസും ലൂക്കായും വിജാതിയർക്ക് വേണ്ടിയാണ് സുവിശേഷം എഴുതിയത്. അതായത് യേശുവിനെ അറിയാത്തവർക്ക് വേണ്ടി യേശുവിനെ പരിചയപ്പെടുത്താൻ. അതുകൊണ്ട് ആദ്യമായി ബൈബിൾ വായിച്ചു തുടങ്ങുന്നവർ ഒന്നുകിൽ മർക്കോസ് വായിക്കണം, അല്ലെങ്കിൽ ലൂക്ക വായിക്കണം. തുടർന്ന് അടുത്ത പുസ്തകമായ അപ്പോസ്തല പ്രവർത്തനങ്ങൾ വിവരിക്കുന്നത് യേശുവിൻ്റെ സുവിശേഷം ജെറുസലേമിൽ പ്രഘോഷിക്കപ്പെട്ട് റോമായിൽ എത്തുന്നതാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ എഴുതിയത് ലൂക്കായാണ്. ലൂക്ക അന്ത്യോക്യയിൽ നിന്നുള്ള ഒരു ഡോക്ടറായിരുന്നു. വിജാതിയർ ആരും തന്നെ പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ എഴുതിയിട്ടില്ല. എല്ലാവരും യഹൂദരായിരുന്നു. ഈ ലൂക്ക പൗലോസ്ലീഹായുടെ സുവിശേഷ സംഘത്തിലെ മെമ്പറായിരുന്നു. അതാണ് ലൂക്കായെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണം. ഇനി അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ പത്രോസാണ് പ്രധാന കഥാപാത്രം. തുടർന്ന് 13 മുതൽ 28 വരെ പൗലോസാണ് പ്രധാന കഥാപാത്രം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ ഒരു കീ വാചകമുണ്ട്. അത് 1-ാം അധ്യായം 8-ാം വാക്യത്തിലാണ്. അവിടെ പറയുന്നത്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എൻ്റെ സാക്ഷികളായിരിക്കും. അതായത് ജെറുസലേമിൽ, യൂദയായിൽ, സമരിയായിൽ, അങ്ങനെ ലോകത്തിന്റെ അതിർത്തികൾ വരെ സുവിശേഷം എങ്ങനെ എത്തി എന്നത് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ. അടുത്തത് പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ. 13 ലേഖനങ്ങളാണുള്ളത്. എന്നാൽ ഹെബ്രായ ലേഖനം പൗലോസ്ലീഹ എഴുതിയതല്ലെന്നാണ് ഇപ്പോൾ പൊതുവായി പറയപ്പെടുന്നത്. ഇനി ഈ 13 ലേഖനങ്ങൾ അല്പം വിശദമായി നമ്മൾ കാണാൻ പോകുകയാണ്. ആദ്യം പൗലോസ്ലീഹായുടെ ജീവിതം ഒന്ന് മനസ്സിലാക്കിയാലേ ലേഖനങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കൂ. അദ്ദേഹം ജനിച്ചത് തുർക്കിയിലെ തർസൂസ് എന്ന സ്ഥലത്താണ്. അദ്ദേഹത്തിന്റെ പഴയ പേര് സാവൂൾ എന്നാണ്. അതുകൂടാതെ പൗലോസ്ലീഹ ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നു. യേശുവിൽ വിശ്വസിച്ചവരെ പിടികൂടി ശിക്ഷിക്കാൻ യഹൂദ മത നേതാക്കന്മാരിൽ നിന്ന് അനുമതി വാങ്ങി ദമാസ്കസിലേക്ക് പോകുന്ന വഴിമധ്യയാണ് പൗലോസിന് മാനസാന്തരം ഉണ്ടാകുന്നത്. അതായത് കുതിരപ്പുറത്ത് നിന്ന് വീണു അന്ധനായി. അതിനുശേഷം അദ്ദേഹത്തെ നഗരത്തിലേക്ക് കൊണ്ടുപോയി അനന്യാസ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു സഭാ നേതാവിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു പൗലോസിന് മാമോദിസ കൊടുക്കാൻ.
അങ്ങനെ പൗലോസിന് മാമോദിസ കൊടുത്തു. എന്നിട്ട് പരിശുദ്ധാത്മ അഭിഷേകത്തിനായി അനന്യാസ് പ്രാർത്ഥിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ പൗലോസ് നിറഞ്ഞു. ഗലാത്യ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും, അദ്ദേഹം നേരെ പോകുന്നത് അറേബ്യയിലെ സീനായ് മലയിലേക്കാണ്. 3 വർഷം അവിടെ താമസിച്ചു. അവിടെ വെച്ച് യേശു അദ്ദേഹത്തിന് വെളിപ്പെടുത്തലുകൾ കൊടുത്തു. പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം ബന്ധുവായ ബർണബാസ് പൗലോസ്ലീഹായെ അപ്പോസ്തോലന്മാർക്ക് പരിചയപ്പെടുത്തി. അദ്ദേഹം ശത്രുവല്ല, യേശുവിന്റെ സാക്ഷിയാണെന്ന് ബർണബാസ് അപ്പോസ്തലന്മാരെ പറഞ്ഞു ധരിപ്പിച്ചപ്പോൾ അപ്പോസ്തോലന്മാർ കൂട്ടായ്മയുടെ വലതുകരം പൗലോസ്ലീഹായ്ക്ക് നീട്ടിക്കൊടുത്തു. അതിനുശേഷം ജെറുസലേമിൽ അദ്ദേഹത്തിന് തുടർന്ന് നിൽക്കാൻ സാധിക്കാതെ വന്നപ്പോൾ താർസൂസിലേക്ക് പോകാൻ അപ്പോസ്തോലന്മാർ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം താർസൂസിലേക്ക് പോയിട്ട് 10 വർഷക്കാലം സുവിശേഷവേലയ്ക്ക് വേണ്ടിയുള്ള ദൈവവിളിയും കാത്തിരുന്നു. അതിനുശേഷം അവർ അന്ത്യോക്യയിലെ സഭയിലേക്ക് പൗലോസിനെ തിരിച്ചു വിളിച്ചു. അങ്ങനെ അന്ത്യോക്യയിലെ സഭയിൽ വെച്ച് ഒരു പ്രെയർ മീറ്റിംഗിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകന്മാർ ഒരു സന്ദേശം വിളിച്ചു പറഞ്ഞു, പൗലോസിനെയും ബർണബാസിനെയും വിജാതിയർക്ക് സുവിശേഷം കൊടുക്കാൻ പരിശുദ്ധാത്മാവിത മാറ്റി നിർത്തുന്നു. അങ്ങനെ ഈ പ്രവചനം സ്വീകരിച്ച് പൗലോസും ബർണബാസും വിജാതിയരുടെ ഇടയിലേക്ക് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. സുവിശേഷ വേലയ്ക്കായി ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് 3 തരത്തിലുള്ള ആനുകൂല്യങ്ങളാണ് ലഭിച്ചത്. ഒന്നാമതായി, അദ്ദേഹം പഴയ നിയമം നന്നായി പഠിച്ച ആളായിരുന്നു. രണ്ടാമത്, താർസൂസിൽ ജനിച്ചു വളർന്ന ആളായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഗ്രീക്ക് ഭാഷ അനായാസമായി കൈകാര്യം ചെയ്യാൻ അറിയാമായിരുന്നു. അതുകൊണ്ട് റോമൻ സാമ്രാജ്യത്തിലെ ഏതു സ്ഥലത്തു പോയാലും സുവിശേഷം പ്രസംഗിക്കാൻ പൗലോസിന് ഒരു ട്രാൻസ്ലേറ്ററിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, അദ്ദേഹം റോമ പൗരനായിരുന്നു. റോമ പൗരനായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് സന്ദർഭങ്ങളിൽ പൗരത്വം എന്ന ആനുകൂല്യം ഉപയോഗിച്ച് രക്ഷപ്പെടാൻ സാധിച്ചിരുന്നു. അപ്പോൾ യാത്ര ചെയ്തു പോകുമ്പോൾ അദ്ദേഹം ഓരോ നഗരത്തിലും പോയി സുവിശേഷം പ്രസംഗിച്ച് അവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കും. ഇങ്ങനെ ഓരോ സുവിശേഷ യാത്രയ്ക്കിടയിലും കോറിന്തോസില്, ഗലാത്യയില്, തെസലോനിക്കയില്, എഫോസോസിലൊക്കെ സഭകൾ സ്ഥാപിച്ചു. പിന്നീട് ആ സഭകളിൽ അദ്ദേഹം ഫോളോ അപ്പ് നടത്തിയത് 2 രീതിയിലാണ്. ഒന്നാമതായി, അവസരം കിട്ടിയപ്പോൾ വീണ്ടും അവരെ സന്ദർശിച്ചു, എന്നിട്ട് അവരെ ശക്തിപ്പെടുത്തി. രണ്ടാമതായി, അദ്ദേഹം സ്ഥാപിച്ച സഭകളെ ശക്തിപ്പെടുത്താനുള്ള വഴിയായിരുന്നു എഴുത്തുകൾ. അതുകൊണ്ടാണ് ഈ 13 കത്തുകൾ. പിന്നീട് അദ്ദേഹത്തെ റോമിലേക്ക് ഒരു തടവുകാരനായി കൊണ്ടുപോകപ്പെട്ടു. അവിടെ വെച്ച് സ്വതന്ത്രനായി കുറച്ചുനാൾ മിഷണറി ജോലി ചെയ്തു. അതിനുശേഷം ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്തു. അങ്ങനെ നീറോ ചക്രവർത്തിയുടെ കാലത്ത് വീണ്ടും ജയിലിലായി. പിന്നെ അവിടെ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് പൗലോസ്ലീഹായുടെ ജീവിതം അവസാനിക്കുന്നത്. ഇനി പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനങ്ങളുടെ ഓർഡർ ഇതാണ്. ഇത് ബൈബിളിൽ കാണുന്ന ഓർഡർ അല്ല. ഈ ഓർഡറിൽ വായിച്ചാൽ നമുക്ക് വേഗം മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യം എഴുതിയത് 1ഉം 2ഉം തെസ്സലോനിക്ക ലേഖനങ്ങളാണ്. രണ്ടാമതായി 1ഉം 2ഉം കോറിന്തോസ്. 3 ഗലാത്യർക്ക് എഴുതിയ ലേഖനം. 4 റോമാക്കാർക്ക് എഴുതിയ ലേഖനം. 5 കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം. 6 എഫോസോസുകാർക്ക് എഴുതിയ ലേഖനം. 7 ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. 8 ഫിലോമോൻ. 9 1ഉം 2ഉം തിമോത്തി. 10 തീത്തോസ്. ഇനി ഓരോന്നായി നോക്കാം. തെസ്സലോനിക്ക സഭയിൽ പൗലോസ് എത്തുന്നത് ഏതാണ്ട് AD 49 അവിടെ വെച്ച് യഹൂദന്മാർ പൗലോസിനെതിരെ ഒരു കലാപം ഇളക്കി വിട്ടുകഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അവിടെ അധികം നിൽക്കാൻ സാധിച്ചില്ല. 3 ആഴ്ചയ്ക്കുള്ളിൽ അവിടെ നിന്ന് പോകേണ്ടി വന്നു. പക്ഷേ തെസ്സലോനിക്ക സഭയെക്കുറിച്ച് അദ്ദേഹത്തിന് വളരെ നല്ല അഭിപ്രായമായിരുന്നു. ഒന്നാമതായി, പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനത്തിലൂടെ പറയുകയാണ്, യേശുവിൽ വിശ്വസിച്ചവർ യേശു ആഗ്രഹിച്ചതുപോലെ ഒരു വിശുദ്ധ ജീവിതം നയിക്കണം. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, സ്വർഗത്തിൽ എത്തിച്ചേരണം. അതുകൊണ്ട് ഈ യാത്ര പാതി വഴിയിൽ അവസാനിക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ 2 ലേഖനങ്ങളിലും യേശുവിന്റെ 2ാം വരവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇനി കൊറിന്തോസ് ലേഖനങ്ങൾ. കൊറിന്തോസുകാർക്ക് പൗലോസ്ലീഹ 4 ലേഖനങ്ങളാണ് എഴുതിയിരുന്നത്. അതിൽ 2 എണ്ണമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. 2 എണ്ണം നഷ്ടപ്പെട്ടു പോയി. നമുക്ക് കിട്ടിയിട്ടുള്ളത് 2ഉം 4ഉമാണ്. അതിലെ 2ാമത്തെ ലേഖനമാണ് നമ്മുടെ 1ാമത്തെ ലേഖനം. 4ാമത്തെ ലേഖനമാണ് നമ്മുടെ 2ാമത്തെ ലേഖനം. നമുക്ക് കാണാൻ കഴിയും, കോറിന്തോസിൽ വളരെയേറെ ആളുകളെ മാമോദിസ മുക്കി യേശുവിന്റെ ശിഷ്യന്മാരാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. പക്ഷേ ആ സഭ ഭയങ്കര പ്രശ്നമുള്ള ഒരു സഭയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഭയങ്കര മനോവേദനയിൽ ഒരു കത്തെഴുതി. ഏറ്റവും കഠിനമായ വാക്കുകൾ ഉപയോഗിച്ച് എഴുതിയ ലേഖനമായിരുന്നു അത്. അതിനെക്കുറിച്ചുള്ള സൂചനകൾ മാത്രമേയുള്ളൂ.
ആ കത്ത് കോറിന്തോസുകാരെ പ്രകോപിപ്പിച്ചു. അങ്ങനെ പൗലോസ് അപ്പോസ്തലനോട് അവർക്ക് താല്പര്യമില്ലാതായി. അത് പൗലോസിനെ കൂടുതൽ വേദനിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം രണ്ടാമതൊരു കത്തെഴുതി. രണ്ടാമത്തെ കത്തെഴുതാൻ മറ്റൊരു കാരണമുണ്ടായത്, കോറിന്തോസിലെ സഭയിലെ ചില ആളുകൾ ക്ലോയയുടെ ബന്ധുക്കൾ ചെന്നപ്പോൾ അവരുടെ കയ്യിൽ ഒരു കത്ത് കൊടുത്തുവിട്ടു. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയാണ് അദ്ദേഹം എഴുതിയ രണ്ടാമത്തെ കത്ത്, എന്നു പറഞ്ഞാൽ നമ്മുടെ പുസ്തകത്തിലെ ഒന്നാമത്തെ കത്ത്. ആ കത്തുകൾ പൗലോസ് കൊടുത്തുവിട്ടത് തിമോത്തിയുടെ കയ്യിലാണ്. തിമോത്തി ഈ കത്തുമായി പോയിട്ട് തിരിച്ചു വന്നു പറഞ്ഞു, പോയതിനേക്കാൾ സങ്കടത്തോടെയാണ് ഞാൻ തിരിച്ചു വരുന്നത്. ആ കത്ത് ഒരു ഗുണം ചെയ്തില്ല എന്ന് മാത്രമല്ല, അവിടുത്തെ പ്രശ്നങ്ങൾ വീണ്ടും വഷളായി. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പെട്ടെന്ന് കോറിന്തോസിലേക്ക് യാത്ര തിരിച്ചു. പക്ഷേ അദ്ദേഹം കോറിന്തോസിലെത്തിയപ്പോൾ അവിടുത്തെ സഭാ നേതാക്കന്മാർ പൗലോസിനെ അധിക്ഷേപിച്ചു. പൗലോസിന് പിന്നീട് കോറിന്തോസിൽ അധികം നിൽക്കാൻ സാധിച്ചില്ല. അദ്ദേഹം വലിയ ഹൃദയവേദനയോടെ തിരിച്ചുപോയി. എന്നിട്ട് അദ്ദേഹം കണ്ണുനീരോടെ എഴുതിയ ലേഖനമാണ് മൂന്നാമത്തെ കത്ത്. അത് നമ്മുടെ കയ്യിലില്ല. ആ കത്ത് അദ്ദേഹം തീത്തോസിന്റെ കയ്യിലാണ് കൊടുത്തുവിട്ടത്. അദ്ദേഹം അവിടെ ചെന്നിട്ട് പൗലോസിന്റെ ഹൃദയവേദനയെക്കുറിച്ച് അവരെ പറഞ്ഞു മനസ്സിലാക്കി. അപ്പോൾ കോറിന്തോസുകാർക്ക് വലിയ പശ്ചാത്താപമുണ്ടായി. അങ്ങനെ തീത്തോസ് സന്തോഷ വാർത്തയുമായി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അടുത്തതായി സന്തോഷത്തോടെ ഒരു കത്ത് എഴുതിയതാണ് നാലാമത്തെ കത്ത്, നമ്മുടെ കയ്യിലിരിക്കുന്ന രണ്ടാമത്തെ കത്ത്. തീത്തോസ് വന്ന് സന്തോഷവാർത്ത പറഞ്ഞതിനു ശേഷം പൗലോസ് വീണ്ടും കോറിന്തോസിലേക്ക് പോയി. അവിടെ ചെന്ന് എല്ലാവരെയും സന്തോഷത്തോടെ കണ്ട് സംസാരിച്ചിട്ട് തിരിച്ചു വന്നു. ഇതാണ് കോറിന്തോസിലെ പൗലോസിന്റെ അനുഭവം. ഇത് മനസ്സിൽ വച്ചിട്ട് വേണം വായിക്കാൻ. അദ്ദേഹം എന്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞതെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാകും. ഇനി ഗലാത്യ ലേഖനത്തെപ്പറ്റി ചുരുക്കത്തിൽ പറഞ്ഞാൽ, പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നമ്മൾ രക്ഷ പ്രാപിച്ചത് പ്രവൃത്തികളാലല്ല, മറിച്ച് വിശ്വാസത്താലാണ്. ഇത് പറഞ്ഞതിന് ഒരു കാരണമുണ്ട്. കാരണം ഇതാണ്: യഹൂദന്മാര് മാനസാന്തരപ്പെട്ട് ക്രിസ്ത്യാനികളായി മാറിയപ്പോൾ അവർ ബാക്കിയുള്ള വിജാതീയരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, പരിച്ഛേദനം സ്വീകരിക്കണം, ദശാംശം കൊടുക്കണം, പഴയ നിയമത്തിലെ എല്ലാ നിയമങ്ങളും അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരെ നിർബന്ധിച്ചു. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ രക്ഷ പ്രാപിച്ചത് യഹൂദന്റെ നിയമം അനുസരിച്ചതുകൊണ്ടല്ല, മറിച്ച് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയാണ്. പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല, സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് പ്രധാനം. അടുത്തത് റോമാലേഖനം. പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ച സഭകളിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരേ ഒരു സഭ റോമയിലെ സഭയാണ്. റോമയിലുള്ള ആളുകൾക്ക് ആദ്യമായി സുവിശേഷം കിട്ടിയത് പെന്തക്കോസ്താ ദിവസം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അപ്പോസ്തലന്മാരുടെ മേൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസ് ആദ്യം സുവിശേഷം പ്രസംഗിച്ച സമയത്ത് അത് കേട്ട കൂട്ടത്തിൽ റോമയിൽ നിന്നുള്ള യഹൂദന്മാരുണ്ടായിരുന്നു. അവർ ആ സുവിശേഷം കേട്ട് ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ് മാനസാന്തരപ്പെട്ട് മാമോദിസ സ്വീകരിച്ച് അവർ റോമയിലേക്ക് തിരിച്ചു ചെന്നു. എന്നിട്ട് അവർ ആരംഭിച്ച കൂട്ടായ്മയാണ് റോമയിലെ സഭ. ആദ്യകാലത്ത് ആ സഭയിൽ യഹൂദന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കാലാന്തരത്തിൽ സുവിശേഷ പ്രഘോഷണം വ്യാപകമായതോടുകൂടി വിജാതീയരും ക്രിസ്ത്യാനികളായി മാറി. എന്നാൽ പിന്നീട് റോമ ചക്രവർത്തിയായിരുന്ന ക്ലോഡിയസിന്റെ കാലത്ത് യഹൂദന്മാരെല്ലാം റോമ നഗരം വിട്ടുപോകണമെന്ന് അദ്ദേഹം ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. അങ്ങനെ കൽപ്പന പുറപ്പെടുവിക്കാൻ കാരണം യഹൂദന്മാർ നല്ല വ്യാപാരികളായിരുന്നു. അവരുടെ സമ്പത്ത് വർദ്ധിക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് ക്ലോഡിയസ് അവരെ പുറത്താക്കിയത്. അങ്ങനെ യഹൂദന്മാരെല്ലാം റോമാ സഭയിൽ നിന്ന് പുറത്തു പോയപ്പോൾ അവിടെ വിജാതീയർ മാത്രം അവശേഷിച്ചു. പിന്നീട് നീറോ ചക്രവർത്തിയുടെ കാലത്ത് അദ്ദേഹത്തിന് മനസ്സിലായി യഹൂദന്മാരെല്ലാം വിട്ടുപോയതിനു ശേഷം സാമ്പത്തിക വ്യവസ്ഥ താറുമാറായി എന്ന്. അപ്പോൾ നീറോ അവരെ തിരിച്ചു വിളിച്ചു. അങ്ങനെ നാട് വിട്ടുപോയ യഹൂദന്മാരെല്ലാം തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആ സഭയിലെ വലിയ ആളുകൾ വിജാതീയരാണ്. അപ്പോൾ സഭയിൽ ക്ലാഷ് ഉണ്ടായി. യഹൂദര് പറഞ്ഞു ഞങ്ങളാണ് മെച്ചപ്പെട്ടവർ, വിജാതീയര് പറഞ്ഞു അവരാണ് മെച്ചപ്പെട്ടവർ. ഈ വിവരം പൗലോസ് അപ്പോസ്തലൻ അറിഞ്ഞപ്പോൾ അവരോട് അദ്ദേഹം സുവിശേഷം വിശദീകരിച്ചിട്ട് പറയുകയാണ്, യഹൂദനും ഗ്രീക്കുകാരനും ഒരുപോലെ സുവിശേഷം തിരിച്ചറിഞ്ഞാൽ ഇവിടെ ഐക്യമുണ്ടാകും. റോമാലേഖനത്തിൽ 16 അധ്യായങ്ങളാണുള്ളത്. അതിൽ 9-10 അധ്യായങ്ങളിൽ വിജാതീയരോട് പറയുകയാണ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അവരെ വില കുറച്ച് കാണരുത്, അവരെയാണ് ദൈവം നിയമം ഏൽപ്പിച്ചത്, യേശു വന്നത് അവരിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് യഹൂദരുടെ മേന്മ എടുത്തു കാണിക്കുകയാണ്. അതാണ് അതിൻ്റെ സെന്റർ പോയിന്റ്. അത് മനസ്സിലാക്കിയാലേ ബാക്കി മനസ്സിലാകൂ. അടുത്തത് കൊളോസോസ് ലേഖനം. ഈ ലേഖനം എഴുതപ്പെട്ടത് ആത്മാക്കളെ ആരാധിച്ചിരുന്ന ഒരു സമൂഹം അവിടെ ഉണ്ടായിരുന്നു.
അതുപോലെ തന്നെ ജാതകം, ജ്യോതിഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ വിശ്വസിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു സമൂഹത്തിന്റെ അവിശ്വാസത്തിന് പരിഹാരമായിട്ടാണ് അദ്ദേഹം കൊളോസോസ് ലേഖനം എഴുതിയത്. അടുത്തത് എഫോസോസ് ലേഖനം. മാമോദീസ സ്വീകരിച്ച ഒരു വിശ്വാസിയുടെ ശക്തി എന്താണ് അത് പ്രതിപാദിക്കുന്നതാണ് എഫോസോസ് ലേഖനം. ഇനി ഫിലിപ്പി ലേഖനം. ഫിലിപ്പി ലേഖനം എഴുതപ്പെട്ടത് റോമായിലെ ജയിലിൽ കിടക്കുമ്പോഴാണ്. അദ്ദേഹം 2 വർഷത്തോളം വിചാരണ കാത്ത വീട്ടുതടങ്കലിലായിരുന്നു. ഈ ലേഖനം എഴുതിയതിന് 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ജയിലിൽ കിടക്കുന്ന അദ്ദേഹത്തിന് ഫിലിപ്പിയക്കാർ സാമ്പത്തിക സഹായം കൊടുത്തു. റോമൻ ജയിലിന്റെ നിയമം അനുസരിച്ച് ഒരാൾ വീട്ടുതടങ്കലിലോ കാരാഗ്രഹത്തിലോ ആണെങ്കിൽ അവരുടെ ചിലവ് അവർ തന്നെ വഹിക്കണമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് പണമില്ലാതിരുന്നപ്പോൾ ഫിലിപ്പിയിലെ സഭ അതറിഞ്ഞ് അദ്ദേഹത്തെ സഹായിച്ചു. അപ്പോൾ അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതുകയാണ്. ഇതാണ് ഒന്നാമത്തേത്. ഈ സഹായം അവർ കൊടുത്തുവിട്ടത് ഫിലിപ്പിയക്കാരനായ എപ്പഫ്രോദിത്തസ് എന്ന ഒരു സുവിശേഷകന്റെ കയ്യിലാണ്. അങ്ങനെ അദ്ദേഹം പണം കൊടുത്തിട്ട് പോകുക മാത്രമല്ല ചെയ്തത്, പൗലോസിന് വേണ്ട സഹായം ചെയ്തുകൊണ്ട് കൂടെ താമസിച്ചു. പക്ഷേ ഒരു പ്രശ്നമുണ്ടായി. എപ്പഫ്രോദിത്തസ് രോഗിയായി. അങ്ങനെ അയാൾ രോഗിയായപ്പോൾ തിരിച്ചുവിട്ട സമയത്ത് ഒരു കത്തുകൂടി കൊടുത്തുവിട്ടു. ആ കത്താണ് ഫിലിപ്പി ലേഖനം. അടുത്തത് ഫിലേമോൻ. ഫിലേമോൻ സമ്പന്നനായ ഒരു ക്രിസ്ത്യാനിയാണ്. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ പൗലോസ് ലീഗ സുവിശേഷ യോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ ഫിലേമോന്റെ വീട്ടിലെ അടിമയായിരുന്നു ഒനേസിമോസ്. ഈ ഒനേസിമോസ് ഫിലേമോന്റെ വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയി. ആ കാലഘട്ടത്തിൽ ഒരടിമ ഒളിച്ചോടിപ്പോയാൽ അയാളെ പിടിച്ചു കഴിഞ്ഞാൽ അവനെ കുരിശിൽ തറച്ചു കൊല്ലും. അതാണ് ശിക്ഷ. ഒനേസിമോസ് ഒളിച്ചോടിപ്പോയിട്ട് പൗലോസ് റോമായിൽ വീട്ടുതടങ്കലിലായിരിക്കുമ്പോൾ പൗലോസ് അവിടെ ഉണ്ടെന്നറിഞ്ഞ് ഒനേസിമോസ് രഹസ്യമായിട്ട് അവിടെ ചെന്നു. എന്നിട്ട് ഞാൻ ഒളിച്ചോടി വന്നതാണെന്ന് പറഞ്ഞു. പൗലോസ് അയാൾക്ക് സുവിശേഷമെല്ലാം പറഞ്ഞുകൊടുത്ത് അവനെ വിശ്വാസിയാക്കി മാനസാന്തരപ്പെടുത്തി ഫിലേമോന്റെ അടുത്തേക്ക് തിരിച്ചുവിടുകയാണ്. അങ്ങനെ തിരിച്ചുവിടുമ്പോൾ തിക്കിക്കോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കയ്യിൽ ഒരു കത്ത് കൊടുത്തു വിടുകയാണ്. ഒനേസിമോസിനെ ഉപദ്രവിക്കരുത്, ശിക്ഷിക്കരുത്, അവനെ സഹോദരനായിട്ട് സ്വീകരിക്കണം. അവൻ വിശ്വാസിയായി, അവൻ മാമോദീസ സ്വീകരിച്ചു. അതുകൊണ്ട് നീ അവനെ സഹോദരനായി സ്വീകരിച്ച് നല്ലതുപോലെ അവനോട് പെരുമാറണം എന്ന് പറഞ്ഞെഴുതിയ കത്താണ് ഫിലേമോൻ എഴുതിയ കത്ത്. അടുത്തത് 1ഉം 2ഉം തിമോത്തിയും തീത്തോസും. ഇത് മരണത്തിന് തൊട്ടു മുമ്പ് തൻ്റെ ശിഷ്യന്മാരായ തിമോത്തിക്കും തീത്തോസിനും കൊടുക്കുന്ന ഉപദേശങ്ങളാണ് ഈ 3 കത്തുകളും. ഇനി ഹെബ്രായ ലേഖനം. ഹെബ്രായ ലേഖനം എഴുതാനുണ്ടായ സാഹചര്യം, നീറോ ചക്രവർത്തിയുടെ മതമർദ്ദന കാലത്ത് യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്ത്യാനികളായവർ റോമിലുണ്ടായിരുന്നു. അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം അനുവദിച്ചിരുന്നില്ല. അതുകൂടാതെ അവരുടെ സമ്പത്ത് കണ്ടുകെട്ടുക, അവരെ കൊല്ലുക, ഇങ്ങനെയുള്ള മതപീഡനങ്ങൾ ഉണ്ടായപ്പോൾ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് യഹൂദ മതത്തിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങി. മതപീഡനം ഉണ്ടായാലും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകരുതെന്നും അങ്ങനെ പോയാൽ നിങ്ങൾ കാനാൻ ദേശത്തെത്തില്ല എന്നും പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. അടുത്തത് യാക്കോബിന്റെ ലേഖനം. ഇത് അപ്പോസ്തോലനായ യാക്കോബല്ല. ജെറുസലേമിൽ പീഡനമുണ്ടായപ്പോൾ പൗലോസ് ലീഗ കേസറിയയിലേക്ക് പോയി. ജെറുസലേമിൽ അപ്പോഴേക്കും പല അപ്പോസ്തോലന്മാരും കൊല്ലപ്പെട്ടു. പലരും ചിതറിപ്പോയി. പിന്നെ ജെറുസലേം സഭയ്ക്ക് നേതൃത്വം കൊടുത്തത് യേശുവിന്റെ സഹോദരനായ യാക്കോബാണ്. ആ യാക്കോബാണ് ഈ ലേഖനം എഴുതിയത്. ഈ ലേഖനം എഴുതിയതിന്റെ കാരണം, വിശ്വാസികൾ എന്ന് പറയുന്ന പലരുടെയും ജീവിതത്തിൽ വിശ്വാസത്തിന്റെ ഒരു ലക്ഷണവും കാണാനില്ല. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിഷ്ഫലമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രവൃത്തിയില്ലെങ്കിൽ നിങ്ങൾ വിശ്വാസികളല്ല എന്ന് പറഞ്ഞെഴുതിയ ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം. അടുത്തത് പത്രോസ് എഴുതിയ 1ഉം 2ഉം ലേഖനങ്ങൾ. ഒന്നാമത്തെ ലേഖനം പീഡനത്തിൽ കഴിഞ്ഞിരുന്ന വിശ്വാസികളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് എഴുതിയതാണ്. പത്രോസിന്റെ 2ആം ലേഖനം വ്യാജ പ്രബോധനം പഠിപ്പിച്ചവർക്കെതിരെ എഴുതിയതാണ്. തുടർന്ന് യോഹന്നാന്റെ 1ഉം 2ഉം 3ഉം ലേഖനങ്ങൾ. വിശ്വാസത്തിൽ സീനിയേഴ്സ് ആയിരുന്ന ആളുകൾക്ക് വേണ്ടി യോഹന്നാൻ സുവിശേഷം എഴുതിയതുപോലെ തന്നെയാണ് അദ്ദേഹം ലേഖനവും എഴുതിയത്. യോഹന്നാന്റെ 3 ലേഖനങ്ങളുടെയും പ്രമേയം ഒന്നു തന്നെയാണ്. ഈ ലേഖനങ്ങളിലൂടെ അദ്ദേഹം പറയുകയാണ്, വിശ്വാസം സ്വീകരിച്ചവർ ഒടുവിൽ എത്തിച്ചേരേണ്ടത് സ്നേഹത്തിലാണ്. അടുത്തത് യൂദാസിന്റെ ലേഖനം. യൂദാസിന്റെ ലേഖനം പത്രോസിന്റെ 2ആം ലേഖനത്തിന്റെ ഒരു ചെറിയ പതിപ്പാണ്. അതും വ്യാജ പ്രബോധകർക്കെതിരെ എഴുതിയതാണ്. ഇനി ബൈബിളിലെ അവസാനത്തെ പുസ്തകമായ വെളിപാട് പുസ്തകം നോക്കാം.
ഈ പുസ്തകം ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ തൻ്റെ ജനത്തിന് വെളിപ്പെടുത്തുന്നതിനു വേണ്ടി ദൈവം യേശുക്രിസ്തുവിന് നൽകിയ വെളിപാടാണ്. ആ വെളിപാട് തൻ്റെ ദൂതനെ അയച്ച് യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്തു. യോഹന്നാൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ ഈ പുസ്തകത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ഈ പുസ്തകം എഴുതപ്പെടുന്നത് AD 90-100 കാലഘട്ടങ്ങളിലാണ്. ആദ്യത്തെ 3 അധ്യായങ്ങൾ ഈ ഭൂമിയെ ബേസ് ചെയ്തുകൊണ്ടാണ്. നീറോ ചക്രവർത്തിയുടെ കാലത്തും അതിനുശേഷം വന്ന ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലത്തും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത് തുടർന്നുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് ഏഷ്യ മൈനറിലെ 7 സഭകളെ. അവർക്കൊരു പ്രത്യാശ നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ലേഖനം, ഈ വെളിപാട് അവരുടെ കൈകളിലേക്ക് എത്തുന്നത്. അതായത് പീഡനം അനുഭവിക്കുന്ന സഭകൾക്കാവശ്യമായ പ്രോത്സാഹനം, സഹനത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു ഉത്തേജനം, തിരുത്തേണ്ട ചില മേഖലകൾ, അതിനെക്കുറിച്ചെല്ലാം ഈ 3 അധ്യായങ്ങൾ പ്രതിപാദിക്കുന്നു. 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ സ്വർഗത്തിൽ പിന്നീട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വിവരിക്കുകയാണ്. അതായത് ഈ സഭകൾക്ക് യോഹന്നാനിലൂടെ യേശുക്രിസ്തു പ്രത്യാശ കൊടുക്കുകയാണ്. ഈ ഗ്രന്ഥത്തിൽ അപ്പോകാലിപ്റ്റിക് ശൈലിയാണ് വിശുദ്ധ യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്രതീകാത്മകമായി വ്യക്തികളും സ്ഥലങ്ങളും വസ്തുക്കളും നമ്പറുകളുമൊക്കെ സൂചിപ്പിച്ച് അവയെ കൂട്ടിയിണക്കിക്കൊണ്ട് രചന നടത്തുന്ന ശൈലിയാണ് അപ്പോകാലിപ്റ്റിക് രീതി. ഇവിടെ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ ചില സൂചനകളിലൂടെ പറഞ്ഞു തരികയാണ്. ഈ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യേശുക്രിസ്തു അന്തിമമായി ജയിക്കും, ദുഷ്ടത തോൽക്കും, അങ്ങനെ വിശ്വസ്തരായ ദൈവജനങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കുമെന്നതാണ്. അവസാനമായി ഞാൻ എങ്ങനെയാണ് ഇതെല്ലാം പഠിച്ചതെന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. കേരള കത്തോലിക്ക സഭയ്ക്ക് ദൈവം തന്ന വലിയൊരു അനുഗ്രഹമാണ് ബഹുമാനപ്പെട്ട ഫാദർ ദാനിയേൽ പൂർണ്ണത്തിൽ. അച്ഛൻ വഴിയായി അനേകം ആളുകൾ ബൈബിൾ പഠിക്കാനിട വന്നു. 2018 മുതൽ അച്ഛനിലൂടെ ബൈബിൾ പഠിക്കുവാനും അങ്ങനെ ദൈവത്തെ കൂടുതൽ അനുഭവിച്ചറിയാനുള്ള ഭാഗ്യം എനിക്കും ലഭിച്ചു. അങ്ങനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഇത് ചെയ്യാൻ സാധിച്ചത്. എൻ്റെ പേര് സ്മിത. ഞാൻ ഒരു അനിമേഷൻ ഡിസൈനർ ആയിരുന്നു. ഇപ്പോൾ ഹോം മേക്കറാണ്. ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.